അസ്സലാമലൈക്കും. എല്ലാ ഫ്രണ്ട്സിനും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ എല്ലാവരും നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ? ഇവിടെ നല്ല മഴയാണ്. ഇപ്പം മഴയില്ല, രാവിലെ വരെ മഴയായിരുന്നു. ഇപ്പം നല്ല വെയിലാണ്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യേണ്ട തൊട്ടപ്പുറത്തായി കാണുന്ന ബെല്ലൈക്കൺ ഓൾ ടച്ച് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാനാണ്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ്. നമ്മുടെ വീട്ടിൽ ഓവണൊന്നും ഇല്ല. അപ്പം നമുക്ക് ഓവനൊന്നും ഇല്ലാതെ കുക്കറി വെച്ചൊരു ചെറിയൊരു കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഓറിയോ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാവുന്ന സംഭവം ഓറിയോ കേക്ക് ഉണ്ടാക്കാൻ. പക്ഷേ എല്ലാവരും പല പല രീതിയിലല്ലേ ഉണ്ടാക്കുന്നത്. ഇന്ന് നമുക്ക് എൻ്റേതായ രീതിയിൽ ഓറിയോ കേക്ക് ഉണ്ടാക്കാം. നമ്മുടെ പൊന്നൂസ് മോനോടനൊക്കെ കുളിച്ചൊരുങ്ങി സുന്ദരിയായിട്ട് കേക്കൊക്കെ മുറിക്കാനായിട്ട് തയ്യാറായിട്ട് ഇരിക്കുകയാണ്. കേക്ക് ഒരു കഷ്ണത്തിൽ കൂടുതലൊന്നും കഴിക്കത്തില്ല, പക്ഷേ കേക്ക് മുറിച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു കേക്ക് കൊടുത്താൽ ചുമ്മാ അങ്ങനെ മുറിച്ച് ഇങ്ങ് കളിക്കും. മുറിച്ച് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ കേക്ക് മുറിച്ച് കളിക്കാനായിട്ട് ഇരിക്കും അല്ലയോ? ഹായ് പറ. ഹായ്, സുഖമാണോ ജോലി? കേക്ക് ഉണ്ടാക്കാൻ പോവാന്ന് പറ. കേക്ക് ഉണ്ടാക്കി മുറിക്കാന്ന് പറ. മുറിച്ച അപ്പം നമുക്ക് കേക്ക് ഉണ്ടാക്കാം. ഓറിയോ 1 2 3 4 5 അവർ ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് ഉരുക്കി ഒഴിക്കാനായിട്ടാണ് നമ്മൾ ഡയറി മിൽക്ക്. പിന്നെ ജേംസിന്റെ മുട്ടായി അതിനെ മണ്ടയിൽ ഇങ്ങനെ വെച്ച് ഡെക്കറേഷൻ ചെയ്യാനാണ്. പിന്നെ ഒരു കപ്പ് പാലൂടെ അതിനെ ഇവിടെ എടുത്ത് വെച്ചിട്ടില്ല, എടുക്കാം. സത്യത്തിൽ ഇത്രയും നമുക്ക് ഡയറി മിൽക്കും ജേംസിന്റെ ആവശ്യമില്ല. 2-3 കവറൊക്കെ മതി. ഞാൻ ഇത്രയും വാങ്ങിച്ചത് എനിക്കറിയാം, ഇതൊക്കെ എടുത്ത് വെക്കുമ്പോഴത്തേക്ക് ഇവിടെ വഴക്കുണ്ടാകുന്നത്. അപ്പൊ അതിനും കൂടെ വേണ്ടിയാണ് വാങ്ങിച്ചത്. ഇപ്പൊ ഇത്രയും ആവശ്യമില്ല നമുക്ക് ഡയറി മിൽക്കും ജേംസും. ആവശ്യത്തിന് മതി, 2-3 കവർ മതി. ചെറിയ ജാറിൽ നമ്മൾ പൊടിച്ചെടുക്കുന്ന കേട്ടോ. ചെറിയ ജാറിലാകുമ്പോൾ പെട്ടെന്ന് പൊടിയും, നന്നായിട്ട് പൊടിയും. നമ്മളെല്ലാം പൊടിച്ചെടുത്ത്, എല്ലാ ബിസ്ക്കറ്റും പൊടിച്ചെടുത്ത് കേട്ടോ. നമുക്ക് ഈ പൊടിച്ചു വെച്ചേക്കുന്ന ബിസ്ക്കറ്റ് പൊടിയെല്ലാം കൂടെ മിക്സിയിലിട്ട് പാലിനകത്ത് അടിച്ചെടുക്കണം. ആവശ്യത്തിന് പഞ്ചസാര വേണ്ടവരിട്ടാൽ മതി. അല്ലെങ്കിൽ തന്നെ നമുക്ക് ബിസ്ക്കറ്റിൽ ഓൾറെഡി മധുരമുണ്ട്. പഞ്ചസാര ആവശ്യത്തിന്, ഞാൻ ഇച്ചിരി പഞ്ചസാര ഇടുക. പിന്നെ ചിലരൊക്കെ ബൗളിൽ വെച്ച് തന്നെ പാലൊഴിച്ച് നന്നായിട്ട് സ്പൂൺ വെച്ച് മിക്സ് ചെയ്യും. പക്ഷെ നമ്മൾ അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില തരികളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ആവത്തില്ല. അപ്പോൾ മിക്സിയിലിട്ട് തന്നെ അടിക്കുകയാണെങ്കിൽ കുറച്ച് പൊടിയാത്ത ചെറിയ തരി ഉണ്ടെങ്കിലും നന്നായിട്ട് പൊടിയും. ആവശ്യത്തിന് പാലും പഞ്ചസാരയും ഒഴിച്ച് നമുക്കിത് അടിച്ചെടുക്കാം. നമ്മളിവിടെ എല്ലാം എളുപ്പപ്പണിയാട്ടോ. ഒരുപാട് പാത്രമൊന്നും പന്നലാക്കണ്ട. നമുക്കിവിടെ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇതിനകത്ത് ഇടാം. നമുക്ക് ബേക്കിംഗ് സോഡ ഇടാം. ബേക്കിംഗ് സോഡ ഇട്ടാലേ എനിക്ക് നന്നായിട്ട് പൊങ്ങി വരും. അപ്പം നമ്മൾ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ട്. കുറച്ച് മതി, ഒരു 1/2 സ്പൂണൊക്കെ ഇട്ടാൽ മതി. നമുക്ക് ഈ ഒരു കട്ടിയിൽ അടിച്ചെടുത്താൽ മതി. ഇതാണ്ട് ഒരുപാട് പാലും ചേർക്കരുത്. ഈ ഒരു കട്ടിയിൽ, എന്നാലേ നന്നായിട്ട് കേക്ക് നമുക്ക്. അപ്പൊ നമ്മൾ ഈ പാത്രത്തിലാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ഒഴിച്ചു വെക്കാം നമ്മൾ അടിച്ചെടുത്ത ബിസ്ക്കറ്റ്. പക്ഷെ അതിന് മുമ്പ് നമ്മൾ ഒരു ലേശം നെയ്യ് തടവി കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ കേക്ക് പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അതിനുവേണ്ടി നമുക്ക് ലേശം നെയ്യ് ഒഴിച്ച് പാത്രത്തിൽ നമ്മൾ നെയ്യ് ചെറുതായിട്ട് തേച്ച് കൊടുത്തു. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ഓറിയോ ബിസ്ക്കറ്റ് ഒഴിച്ചു കൊടുക്കാം. നിർത്തടാ. ഈ കുക്കർ അടിക്കുന്ന കേട്ടോ. ഇതിൽ ചെറിയ കുക്കർ ഇവിടെ 1 ലിറ്ററിന്റെ ഉള്ളൂ. നമുക്ക് കേക്ക് ഉണ്ടാക്കുന്ന പാത്രം ഇതിനകത്ത് ഇറങ്ങണമല്ലോ. അപ്പൊ നമ്മൾ ഈ കുക്കർ അടിക്കുന്നത്. അതിനകത്ത് ഒരു ഇച്ചിരി വെള്ളം ഒഴിക്കും. നമ്മളൊരു ലേശം വെള്ളം, കുറച്ച് മതി, ഒരു 1/2 കപ്പ് വെള്ളമൊക്കെ. നമ്മൾ എല്ലാവരും വീട്ടിലുള്ള സാധനമാണ്. ചോറൊക്കെ വെക്കുന്നതിൻ്റെ അടിയിൽ വെക്കുന്നത്. അത് നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ പാത്രം എടുത്ത് ഇതിനകത്തേക്ക് വെക്കാം. നമ്മൾ കേക്ക് പാത്രം ഇതൊക്കെ ഇതിനകത്ത് വെക്കാം. നല്ലപോലെ വെച്ച് കൊടുക്കാം. നമ്മളിത് അടച്ച് ഒരു 10 മിനിറ്റ് ഈ ഗ്യാസിൽ വെക്കാം. ഇനി നമുക്ക് ഡയറി മിൽക്ക് മുറിച്ചെടുക്കാം. ചോക്ലേറ്റ് നമുക്ക് ഉരുക്കിയെടുക്കാം കേക്കിനകത്ത് ഒഴിക്കാനായിട്ട്. നമുക്ക് മുറിച്ച് വയ്ക്കാം. നമ്മൾ പെട്ടെന്ന് ഉരുകി വരും.
എല്ലാം നമുക്ക് മുറിച്ചെടുക്കാം. നമ്മുടെ ഡയറി മിൽക്ക് എല്ലാം മുറിച്ചെടുത്ത് ഇനി നമുക്കിത് ഉരുക്കി നമുക്ക് അപ്പോഴത്തേക്ക് നമ്മുടെ കേക്ക് റെഡിയാവും. എന്നിട്ട് നമുക്ക് അതിനെ മണ്ടയിൽ ഉരുക്കി ഒഴിക്കാൻ വേണ്ടിയാണ്. അവിടെ ഇരിക്കണോന് ഇപ്പം ഭയങ്കര മഴ വരാൻ പോകുന്നു. അപ്പോൾ അതിന് മുമ്പ് നമുക്കെല്ലാം ശരിയാക്കാം. ഇല്ലെങ്കിൽ ഇവിടെ ഭയങ്കര ബഹളം തുടങ്ങും. പൊന്നിസ് മോനുട്ടനും നമ്മളൊരു 1/2 ഗ്ലാസ് പാലെടുത്തേക്കാണ്. അതിനകത്തോട് നമുക്ക് ഈ മുറിച്ച് വെച്ച ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കും കേട്ടോ. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചോക്ലേറ്റൊക്കെ നന്നായിട്ട് പാലിനകത്ത് അലിഞ്ഞ് ചേരുന്നവരെ കട്ടായിട്ട് ഇരിക്കാൻ പാടില്ല. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. നമ്മുടെ ചോക്ലേറ്റ് നന്നായിട്ട് പാലിനകത്ത് മിക്സായി. കുറച്ച് നേരം നമുക്ക് ഓഫാക്കി വയ്ക്കാം. അപ്പം കേക്ക് നമുക്കൊരു 10 മിനിറ്റ് എടുക്കും. അതുവരെ നമുക്ക് പൊന്നൂസും മോനൂട്ടിനായിട്ട് സംസാരിക്കാം. മോനൂട്ടാ, പൊന്നൂസേ, ആ മാമ അതുകൊണ്ട് പോകുന്നു. മോനൂട്ട ഒരു കാക്കയുടെ പാട്ട് പാട്. കുഞ്ഞുണ്ടേ, അങ്ങോട്ട് കുഞ്ഞുണ്ടേ. ഇനി പൊന്നൂസ് പാട്. ഇന്നലെ ഓൺലൈൻ ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ച പാട്ട് പാട്. ഇതാണോ പഠിപ്പിച്ചേ? someone special. ആ പാട്ട് പാട്. I am special, I am special, I am special, I am special, look at me, look at me, someone very special, someone very special. പാട് ഇത്. someone very special, someone very special, call it's me, call it's me. ഇതിപ്പോ ഞാൻ പാടിയത് പോലെ ആയിപ്പോയി അല്ലയോ? ആര് കമ്പും പപ്പടക്കൊമ്പിയൊക്കെ മാറ്റി വെക്ക്. ഹായ് പറ. കേക്ക് മുറിച്ച് നമുക്ക് തിന്നാന്ന് പറ. തിന്നാം. മതി. അപ്പൊ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ചെറുതായിട്ടത് പൊട്ടിപ്പോയി, ഒരു ചെറിയ ഇതായിട്ട്. അത് കുക്കറിൽ വെച്ച് തന്നെ നമ്മൾ വെന്ത് വരുമ്പോൾ ഉള്ള ഇതായിരിക്കും. പിന്നെ വെപ്രാളം അല്ലേ, പൊന്നൂസ് മോനൂട്ടനെ ഇടയ്ക്കൊക്കെ 16 വട്ടം വിളിച്ചു നമ്മളെ. അപ്പൊ അതിന്റെ ഒരു വെപ്രാളം കൊണ്ടൊക്കെ കുറച്ച് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ്. എല്ലാവരും ഉണ്ടാക്കുമ്പോൾ ഇങ്ങനൊന്നും പറ്റില്ല കേട്ടോ. ചെറുതായിട്ട് കുഴപ്പമില്ല. നമുക്കിനി കേക്ക് നടുക്കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനകത്ത് നമുക്ക് ചോക്ലേറ്റ് ഒഴിക്കാനാണ്. കേക്ക് 2 ആയിട്ട് മുറിച്ചെടുത്ത് നല്ല ചൂടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ചൂടാറിയതിന് ശേഷം നിങ്ങൾ മുറിച്ചെടുത്താൽ മതി. മുറിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ നടുക്ക് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കണം. ഒരുപാടൊന്നും ഒഴിക്കണ്ട, കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ ചോക്ലേറ്റ് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് മുറിച്ച് വെച്ചേക്കുന്ന മറ്റേ ഭാഗം എടുത്ത് ഇതിന്റെ മണ്ടയിലേക്ക് വെക്കാം. ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുത്ത് ഇവിടെ കഴിക്കാൻ ഇഷ്ടമല്ലെങ്കിലും പൊന്നൂസിന് മോനൂട്ടിന് കേക്ക് കണ്ടാൽ പെട്ടെന്ന് മുറിക്കാൻ എപ്പോഴാണ് അപ്പൊ നമുക്ക് മുറിക്കാം. പൊന്നൂസ് മോനൂട്ടിനും കേക്ക് മുറി. മുറിച്ചോ. രണ്ടുപേരും മുറിച്ചോ. ഹാപ്പി ബർത്ത്ഡേ. ആരുടെയാ? വാവയുടെ വായി വെച്ചോട്. വാവയുടെ വായി. ഇനി പൊന്നൂസിന്റെ വായി വൈ. അമ്മ ചോദിച്ചേരാ. ഞാൻ പറഞ്ഞില്ലേ, മുറിച്ച് കളിക്കാനാ ഇഷ്ടം. ടേസ്റ്റ് ഉണ്ട് പൊന്നൂസേ? മൂട്ട് വെച്ചിട്ടില്ല. ടേസ്റ്റ് ഉണ്ട്, നല്ല രുചിയുണ്ട്. ഇവിടെ ഈ കേക്ക് മുറിച്ച് കളിക്കാൻ ബഹളമായിരിക്കും. ഞാൻ അതിന് മുമ്പ് നമുക്ക് വീഡിയോ എടുക്കാൻ വിചാരിച്ചത്. പിന്നെ ഇത് നമ്മൾ കുറച്ചു നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് മുറിക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് മുറിക്കാനുള്ള സമയം നമുക്കിപ്പോൾ കിട്ടിയിട്ടില്ല. അതാകുമ്പോഴത്തേക്ക് ഈ ചോക്ലേറ്റ് നമുക്ക് ഇങ്ങനെ ഒളിച്ചിറങ്ങത്തില്ല, കേക്കിൽ തന്നെ സെറ്റായിട്ടിരിക്കും. പെട്ടെന്ന് ചെയ്താണ്ട് ചില തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോ ഇവിടെ ബഹളം വരുന്നതിന് മുമ്പ് നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട്